ലോകത്തെ ചില നഗരങ്ങൾ 2030 ഭാഗികമായെങ്കിലും മുങ്ങിയേക്കാമെന്ന മുന്നറിയിപ്പുമായി വേൾഡ് അറ്റ്ലസ് റിപ്പോർട്ട് ഇറങ്ങിയിരിക്കുന്നു. ഈ 9 നഗരങ്ങൾ 2030 അപ്രത്യക്ഷമായേക്കാമെന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് കൊൽക്കത്തയുടെ പേരുമുള്ളത്. കടൽ തീരത്തിനടുത്ത് താഴ്ന്ന രീതിയിൽ കിടക്കുന്ന നഗരങ്ങൾ തീവ്രമഴയും വെള്ളപ്പൊക്കവും വരുമ്പോൾ മുങ്ങാമെന്നാണ് പറയുന്നത്. അതേസമയം ധ്രുവങ്ങളിലെ ഐസ് ഉരുകലാണ് ചില നഗരങ്ങൾക്ക് ഭീഷണിയാവുക. നേരത്തെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ബാധിക്കാതിരുന്ന മേഖലകളിൽ പോലും കൊടുങ്കാറ്റും തീവ്രമഴയും കനത്ത ആഘാതം സൃഷ്ടിച്ചേക്കാം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട കടുത്ത പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ എത്തിയേക്കാമെന്നാണ് റിപ്പോർട്ട് നൽകുന്ന സൂചന. ഭക്ഷണ ലഭ്യത കുറയുക, ജലജന്യ രോഗങ്ങൾ, പ്രളയം മൂലം കൃഷിനാശം, പകർച്ചവ്യാധികൾ തുടങ്ങിയവ അതിവേഗം ബാധിച്ചേക്കാമെന്ന് റിപ്പോർട്ട് പറയുന്നു. വെള്ളപ്പൊക്കമുണ്ടായേക്കാം എന്ന മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചതിനാൽ ചില നഗരങ്ങൾ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. അപ്പോഴും അവിടെ പോലും ആഗോളതാപനത്തിന്റെ പ്രശ്നങ്ങൾ ബാധിച്ചേക്കാം. ലോകത്തിന്റെ പല ഭാഗത്തും പ്രകൃതി ദുരന്തമുണ്ടാകാം. ശാസ്ത്രജ്ഞർ ദുരന്ത സാധ്യത പറഞ്ഞു വെക്കുന്ന 9 നഗരങ്ങൾ ഏതാണെന്ന് നോക്കാം. 1. പശ്ചിമ ബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്ത. അതിവേഗം മുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചരിത്രപ്രധാനമായ ഈ നഗരം പ്രകൃതി ദുരന്തം പോലെയൊരു സംഭവത്തിന് ഒരുങ്ങിയിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിവേഗം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൊൽക്കത്തയുടെ വളരെയധികം പ്രദേശങ്ങളെ 2030 മുൻപ് ദുരിതക്കയത്തിൽ ആഴ്ത്തിയേക്കാമെന്നാണ് പ്രവചനം. 2. അമേരിക്കയിലെ മയാമി. ലോക പ്രശസ്ത ബീച്ചുകൾ അതിരിടുന്ന മയാമി താമസിയാതെ അപ്രത്യക്ഷമായേക്കാം. ഭൂമിയുടെ മറ്റു പല ഭാഗങ്ങളിലും കാണുന്നതിനേക്കാൾ വേഗത്തിലാണ് മയാമിയുടെ തീരങ്ങളിൽ കടൽ നിരപ്പ് ഉയരുന്നത്. വെള്ളം കയറി കുടിവെള്ളം മലിനമാകാം. നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുണ്ടാകാം. പ്രശ്നം ഗുരുതരാവസ്ഥയിലേക്ക് എത്തുക 2050 ആകുമ്പോൾ ആയിരിക്കാം. പാരിസ്ഥിതിക ലേഖകൻ ജെഫ് ഗുഡെൽ പറയുന്നത് ലോകത്തെ ഒരു പ്രധാന നഗരം കനത്ത ഭീഷണി നേരിടുന്നതിന് ഉദാഹരണമാണ് മയാമി എന്നാണ്. ഈ നൂറ്റാണ്ടിനൊടുവിൽ മയാമി അപ്രത്യക്ഷമാകാതിരിക്കാൻ സാധ്യതയില്ലെന്നാണ് ബിസിനസ് ഇൻസൈഡറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത ഏതാനും വർഷങ്ങൾക്കിടയിൽ തന്നെ മയാമിയുടെ ബീച്ചുകളെല്ലാം കടലെടുക്കും എന്നും പറയപ്പെടുന്നു. 3. തായ്ലാൻഡിലെ ബാങ്കോക്ക്. കുറഞ്ഞ ചിലവിൽ ജീവിക്കാവുന്ന നഗരമാണ് അമേരിക്കൻ ടൂറിസ്റ്റുകൾ കരുതുന്ന ബാങ്കോക്ക്. ഇപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് കേവലം 1.5 മീറ്റർ ഉയരെയാണ്. മറ്റു പല നഗരങ്ങളെക്കാളും വേഗതയിലാണ് നഗരത്തിലേക്ക് വെള്ളം കയറുന്നത്. ആഗോളതാപനത്തിന്റെ ആദ്യ ആഘാതമേൽക്കാൻ പോകുന്ന നഗരങ്ങളിലൊന്നായാണ് ബാങ്കോക്കിനെ 2020 നടത്തിയ പഠനം കണ്ടത്. പ്രശ്നം മറ്റു നഗരങ്ങളിലേക്കും വ്യാപിക്കുന്നതോടെ ബാങ്കോക്കിനെ രക്ഷിച്ചെടുക്കുക എന്നത് ശ്രമകരമായിരിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. നഗരത്തിന്റെ തീരപ്രദേശം മുഴുവനും പ്രധാന എയർപോർട്ടായ സുവർണഭൂമിയും അടക്കമുള്ള പ്രദേശങ്ങളിൽ 2030 വെള്ളം കയറുമെന്നാണ് പ്രവചനം. 4. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം. മനോഹരമായ രാജ്യങ്ങളിലൊന്നായി അറിയപ്പെടുന്ന നെതർലാൻഡ്സ് ഒട്ടനവധി ഡാമുകളുടെ സഹായത്തോടുകൂടിയാണ് ഒരു നൂറ്റാണ്ടിലേറെയായി വെള്ളപ്പൊക്കത്തെ അകറ്റി നിർത്തുന്നത്. ഇവിടെ 10,000-കണക്കിന് ആളുകളും മൃഗങ്ങളുമെല്ലാം വെള്ളപ്പൊക്കത്തിൽ മരിച്ചിട്ടുണ്ട്. കാറുകളും കെട്ടിടങ്ങളുമൊക്കെ വെള്ളം കയറി നശിച്ചു. പല കെട്ടിടങ്ങളും വീണ്ടും വീണ്ടും നിർമ്മിക്കേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കടുത്ത ആപൽഘട്ടത്തിലേക്കായിരിക്കാം നയിക്കുന്നത്. വിലയേറിയ പല നിർമ്മിതികളും സെക്കൻഡുകൾക്കുള്ളിൽ നശിച്ചേക്കാം. 5. ഇറാഖിലെ ബസ്ര. ഇറാഖിന്റെ പ്രധാന തുറമുഖ നഗരമായ ബസ്ര വർഷങ്ങൾക്കുള്ളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള നഗരങ്ങളുടെ പട്ടികയിലുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ബസ്ര ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിപ്പോയേക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത്. 6. ഗയാനയിലെ ജോർജ് ടൗൺ. ലോകത്ത് അതിവേഗം വെള്ളത്തിനടിയിലായേക്കാമെന്ന് പ്രവചിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കരീബിയൻ ദ്വീപുകൾ. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് പ്രകാരം ജോർജ് ടൗൺ ഗുരുതര പ്രശ്നങ്ങളാണ് നേരിടുന്നത്. 10 വർഷത്തിനുള്ളിൽ നഗരം മുങ്ങാതിരിക്കണമെങ്കിൽ അത്ഭുതം തന്നെ നടക്കണമെന്നാണ് ഗവേഷകർ പറയുന്നത്.
7 വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റി. മെക്കോങ് ഡെൽറ്റ ഭാഗങ്ങൾ കടുത്ത വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നു. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ് ഇത്രകാലം അനുഗ്രഹമായി നിന്നത്. വർഷങ്ങൾക്കുള്ളിൽ മെക്കോങ് നദിക്കര മുഴുവൻ തന്നെ വെള്ളം വിഴുങ്ങിയേക്കാമെന്ന് ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നു. 8 അമേരിക്കയിലെ ന്യൂ ഓർലീൻസ്. അതിവേഗം മുങ്ങുന്ന നഗരങ്ങളുടെ പട്ടികയിലാണ് ശാസ്ത്രജ്ഞർ ന്യൂ ഓർലീൻസിനെ പെടുത്തിയിരിക്കുന്നത്. പല ഭാഗങ്ങളിലും പ്രതിവർഷം 2 ഇഞ്ച് വരെ വെള്ളം പൊങ്ങുന്നു. നാസ 2016 നടത്തിയ പഠനപ്രകാരം മൊത്തം നഗരവും ഈ നൂറ്റാണ്ടിനൊടുവിൽ മുങ്ങും. നൂതന മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധം ചമച്ചില്ലെങ്കിൽ ന്യൂ ഓർലീൻസ് വർഷങ്ങൾക്കുള്ളിൽ കടുത്ത പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. 9 ഇറ്റലിയിലെ വെനീസ്. ജലപാതകൾക്ക് പേരുകേട്ട നഗരമായ വെനീസ് ഈ നൂറ്റാണ്ടിനൊടുവിൽ പൂർണ്ണമായും വെള്ളം വിഴുങ്ങിയേക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ഈ നഗരം ഇപ്പോൾ പ്രതിവർഷം 0.08 ഇഞ്ച് വെച്ചാണ് ആഴ്ന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൊക്കം ഒരു സ്ഥിരം പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയേക്കാമെന്നാണ് പ്രവചനം. ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നതിൽ അതിശയിക്കുവാനൊന്നുമില്ല. എന്നാൽ പരിഹാരക്രിയകൾ ചെയ്യാതിരിക്കുന്നത് വൻ ദുരന്തത്തിലേക്ക് എത്തിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇത്തരം പ്രശ്നങ്ങളെ ലോകം ഒറ്റക്കെട്ടായി തന്നെ നേരിടണമെന്നും പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.